ശരി, അങ്ങനെ തന്നെ ഒരു കൊച്ചു ജനിച്ചു, ഇവർക്ക് അങ്ങനെ ഒരു ദോഷമില്ല. ഒരു കുഞ്ഞിന് ആ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു പത്രവാർത്ത കണ്ടില്ലേ, കളിക്കാണ് തള്ളിയത്, അച്ഛൻ ചുമരിൽ തലയടിച്ച് മരിച്ചുപോയി. പുള്ളിക്ക് 48 വയസ്സായുള്ളൂ. ഇങ്ങനെ ഒരു ഗ്രഹ കോമ്പിനേഷൻ കാണാം. സർ, ഈ ബീജദോഷം ക്ഷേത്രദോഷം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് സത്യത്തിൽ ഇത്? അതിപ്പം ജാതകത്തിൽ ഷണ്ടത്വം എന്ന് പറയും. അതിപ്പോൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക. അത് ചിലർ പറയും പെൺകുട്ടിയുടേതായിരിക്കും. അങ്ങനെ ചില കുടുംബങ്ങളൊക്കെ തർക്കം വന്നിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടാൾക്കാരെ തയ്യാറെടുക്കില്ല നോക്കാൻ ആരുടെയാണ് കുഴപ്പം. പുരുഷനായിരിക്കും കൂടുതലും. തീരുമാനം പുരുഷനാണ്. ചില പെൺകുട്ടികളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അത് ഞങ്ങൾ ഗ്രഹനിലയിൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചേരാൻ പാടില്ലാത്ത 2 ഗ്രഹങ്ങൾ ചേരാനേ പാടില്ല. ശനിയും സൂര്യനും. സൂര്യൻ എന്ന് പറയുന്നത് ബീജത്തിൻ്റെ ആളാണ്. ശനി എന്ന് പറയുന്നത് തണുപ്പിൻ്റെ ആൾ, ഇരുട്ടിൻ്റെ ആൾ, വളരെ സ്ലോ ആയിട്ട് ഒരു ഫലം കൊടുക്കുന്ന ആൾ. അപ്പോൾ ഇവരെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശത്രു, അതായത് രണ്ടും കടും ശത്രുഗ്രഹങ്ങളാണ്. നമ്മളിതിൽ പറയുന്നത് അച്ഛനും മോനും. സൂര്യൻ്റെ പുത്രനാണ് ശനി. അപ്പം അരുണൻ കുഞ്ഞ് ജനിച്ചപ്പോൾ അരുണൻ കാണാൻ പോവുകയാണ്. അപ്പം സൂര്യഭഗവാൻ പറയണ, അരുണ പോകരുത്, നീ പോയി കഴിഞ്ഞാൽ അരുണൻ തേരാളി അല്ല, കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് വരാം. ഇല്ല, ആ നോട്ടം നിനക്ക് ഏൽക്കാൻ പാടില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടേ വരുള്ളൂ എന്ന് കുഞ്ഞിനെ പോയി കാണാൻ പോവുകയാണ്. കുഞ്ഞിൻ്റെ നോട്ടത്തിൽ 2 കാലും സ്തംഭിതാവും അരുണൻ. അങ്ങനെയാണ് തേരാളിയാവുന്നത്. 2 കാലില്ല അരുണൻ പുരാണക്കഥയിൽ. അപ്പോൾ അത്രയ്ക്ക് നോട്ടം. അപ്പം ഒരു ഗ്രഹനിലയിൽ ബീജസങ്കലനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പുത്രഭാഗ്യം. അതായത് ഇപ്പം നമ്മൾ ഒരു വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുമ്പോൾ എല്ലാവരും ഇവിടെ എഴുതുന്നത് രാവിലെ സ്വീകരണം, ഉച്ചയ്ക്ക് സമയം, നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം, നല്ല മുഹൂർത്തമാണ്, മംഗല്യധാരണം ഓക്കെ, വധുഗ്രഹപ്രവേശം ഓക്കെ. ശാന്തി മുഹൂർത്തം ആരും ഇപ്പോൾ കുറിക്കുന്നില്ല. അതായത് ഞങ്ങൾ പറഞ്ഞ ആദാന സമയം, ചിലപ്പോൾ അപ്പോഴായിരിക്കും ഒരു കുഞ്ഞുണ്ടാവുന്നത്. ഇതിന് ചില ഗ്രഹങ്ങൾ 12-ൽ വരാൻ പാടില്ല, ശയനസ്ഥാനത്ത് വരാൻ പാടില്ല. ശുക്രൻ വരാം, അതായത് ശുക്രൻ വരാം, പക്ഷബലമുള്ള ചന്ദ്രൻ വരാം, ശുക്രൻ്റെ ദൃഷ്ടിയായിട്ട് നിൽക്കാം, ഗുരുചന്ദ്രൻ ദൃഷ്ടിയായിട്ട് നിൽക്കാം. ശനിയും സൂര്യനും 12-ൽ കോമ്പിനേഷനായി 12-ൽ വരുന്നത് ശയന യോഗത്തിന് ഭംഗം. അതേ ഇതാണ് കുഞ്ഞ് കിട്ടുന്നതിൻ്റെ ആണിന് 8ആണ് ഉദ്ദേശിക്കുന്നത്. 8-ാം ഭാവം, അത് ശരീരത്തിൽ 8-ാം ഭാവം എന്ന് പറയുന്നത് മറൈവ് സ്ഥാനം. അപ്പം അത് ബീജസങ്കലനം ഉണ്ടാക്കുന്ന സ്ഥാനം. അതിന് സൂര്യനും ശനിയും ഓപ്പോസിറ്റ് ആകുമ്പോൾ കൊടുക്കാൻ സമ്മതിക്കില്ല. അതിനൊരു കുറവുണ്ടാക്കും. 7-ലും ആ കുറവുണ്ടാക്കും. എന്നാൽ സ്ത്രീക്കായി കഴിഞ്ഞാൽ, സ്ത്രീക്ക് 9 വന്നു കഴിഞ്ഞാൽ ആ കുറവുണ്ടാക്കും. 2 പേരിന് അങ്ങനെ ആയിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് വർഷങ്ങളോളം കുട്ടികളില്ലാതെ ദത്തെടുക്കണില്ലേ, അനാഥാശ്രമത്തിൽ നിന്ന് ദത്തെടുത്ത് കുട്ടികളെ വളർത്തുന്നത്, ഇത് ഈ ഒരു കുറവാണ്. പിന്നെ 12-ൽ 2 ഗ്രഹം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിഷയസുഖം കിട്ടൂല, ആക്റ്റീവ് ആവില്ല. അവർ ചുമ്മാ എന്തോ ജീവിക്കുന്നു, ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. അവർ ഒരു യാത്ര പോവും, ഫുഡ് കഴിക്കും, സിനിമയ്ക്ക് പോവും, ഒരു ടൂറിസ്റ്റ് ഏരിയ കാണാൻ പോവും. വിഷയസുഖമില്ലാതെ ജീവിക്കുന്ന കുറേ ആൾക്കാർ എങ്ങനെയുണ്ട്. അത് ഈ 2 ഗ്രഹ കോമ്പിനേഷൻ, ശനിയും സൂര്യനും. ശരി, അങ്ങനെ തന്നെ ഒരു കൊച്ചു ജനിച്ചു, ഇവർക്ക് അങ്ങനെ ഒരു ദോഷമില്ല. ഒരു കുഞ്ഞിന് ആ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞ് ശനിയും സൂര്യനും അച്ഛനും മോനുമാണ്. പിതാവ് നാട് വിട്ടു പോകും. ഈ കുഞ്ഞിൻ്റെ പിതാവ് അത് 9-ാം ഭാവമോ 10-ാം ഭാവമോ 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ അച്ഛന് ആയി ദോഷം. കുഞ്ഞ് ജനിച്ചു, ഇവർക്ക് അങ്ങനെ ഒരു ദോഷമില്ല. ഒരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിന് ആ കോമ്പിനേഷനായി. സൂര്യനും ശനിയും ചേർന്ന് 12-ാം ഭാവം, 8-ാം ഭാവം, 9-ാം ഭാവം. 9-ാം ഭാവം ഒരു വഴക്കായി, മാധവുമായിട്ട് വഴക്കായി, സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് പോകും. 8-ലായി കഴിഞ്ഞാൽ അച്ഛൻ്റെ മരണത്തെ പറയണം. അത് ഈ കുഞ്ഞിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ്. അത് നമ്മൾ കുറേ അനുഭവ ജാതകമാണ് നമുക്ക് കൂടുതൽ ഞാൻ നോക്കിയിട്ടുള്ളത്. കുറേ ജാതകങ്ങൾ, അതായത് 8-ൽ വന്നത്, ഇത് മനസ്സിലാക്കിയിട്ട് പോയവരുണ്ട്. കൂടുതൽ കാലം ഇരിക്കാൻ പാടില്ല ഈ കുഞ്ഞിൻ്റെ കൂടെ. നമ്മളിതിപ്പം പറയും അന്ധവിശ്വാസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ. പരിഹാരങ്ങളില്ലേ? ഇല്ല, അതിന് പരിഹാരമില്ല. അത് കോമ്പിനേഷൻ രണ്ടും, അതായത് കടുത്ത ശത്രുക്കളാണ്. സൂര്യനും ശനിയും കടുത്ത ശത്രുക്കൾ. സ്ഥാനം മാറ്റുമോ രണ്ടുപേരുടെയും? അതായത് കൂടെ നിൽക്കാതെ അല്ലല്ല, ഒരു കോമ്പിനേഷൻ, ഒരു ഗ്രഹം, ഈ 2 ഗ്രഹവും ഓരോ രാശിയിലും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ
അത് പ്രത്യേകിച്ച് ഇപ്പം മേടത്തിലെ ജനനം, ഉം. മേടമാസം ഒരു കുഞ്ഞ് ജനിച്ചു, ശനി കൂടെ നിൽക്കണം, ആ കുഞ്ഞ് അച്ഛൻ പറയണത് അങ്ങനെ അനുസരിക്കും. എന്തെന്ന് വെച്ചാൽ പകൽ ജനനമാണെങ്കിൽ സൂര്യബലം ഉണ്ട്, കുഞ്ഞാണ് ശനി, അപ്പം നീചനാണ് ആ വീട്ടിൽ, കുഞ്ഞുണ്ടായിരുന്നുള്ളൂ, അച്ഛൻ പറയണെല്ലാം കേട്ടോളൂ, അച്ഛനനുസരിച്ച് നടക്കും. ചിങ്ങത്തിലും സൂര്യബലമുണ്ട്, ശനി ശത്രുവാണ്, എന്നാലും ശനിക്ക് ബലമില്ല, പകൽ ജനനമാണെങ്കിൽ അച്ഛൻ പറയണത് കുഞ്ഞനുസരിച്ചോളൂ, പെണ്ണായാലും ആണായാലും. തിരിച്ച് മകരത്തിലോ കുംഭത്തിലോ ശനിയുടെ കൂടെ സൂര്യൻ നിന്ന് കുഞ്ഞ് ജനിച്ചാൽ അച്ഛനെ ഓട്ടിക്കും, കടും ശത്രുത, ഒരു കാരണവും വേണ്ട, കുറ്റം കണ്ടെത്തൽ, അച്ഛനെ കുറിച്ചുള്ള കുറ്റം കണ്ടെത്തൽ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ എന്തിനു വഴക്ക് പറഞ്ഞു, അവർ വലിയ ഇതായി പോകും, വലിയ ആൾക്കാരായി പോകും. അതായത് ഒരു 20 വയസ്സാകുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ സ്വഭാവ വ്യത്യാസം അറിയാൻ സാധിക്കും. ചില കുട്ടികളൊക്കെ ഇപ്പം നമ്മളൊരു പത്രവാർത്ത കണ്ടില്ലേ, കളിക്കാണ് തള്ളിയത്, അച്ഛൻ ചുമരിൽ തലയടിച്ച് മരിച്ചുപോയി, പുള്ളി 48 വയസ്സേ ആയുള്ളൂ. ഇങ്ങനെ ഒരു ഗ്രഹ കോമ്പിനേഷൻ കാണാം, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പം അതെങ്ങനെ അങ്ങനെ ശത്രുക്കളാകുന്നത്, അങ്ങനെ സംഭവിക്കുകയല്ലേ. അപ്പോൾ നമ്മളെ പഴയകാല ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് ന്യൂ ജനറേഷനിൽ ഇങ്ങനെ സംഭവിക്കുകയല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അരുണൻ കാണാൻ പോയപ്പോൾ ശനി തൊട്ടിൽ കിടന്ന ശനി, കുഞ്ഞായ ശനി നോക്കിയപ്പോൾ കാല് രണ്ടും തളർന്നു പോയി. അപ്പോൾ ആ നോട്ടത്തിനാണ് പവർ. അതുപോലെ ഈ 9ാം ഭാവം വന്നു കഴിഞ്ഞാൽ പിരിവുണ്ടാവും അച്ഛനമ്മയ്ക്ക് കുഞ്ഞിൻ്റെ ജാതകത്തിൽ. 8ൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ മരണപ്പെടും. മറ്റുള്ള ഭാവങ്ങൾ അതിന് ഓരോരോ കണക്കുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് ഈ കോമ്പിനേഷനാണ്. അപ്പം ഈ കുഞ്ഞ് ഉണ്ടാവുന്നതും ഈ ചൂട് ഗ്രഹവും തണുത്ത ഗ്രഹവും രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ അതിൽ കുറവ് സംഭവിക്കും. ഒരു കുട്ടി ഉണ്ടാകും, ചിലപ്പോൾ കിട്ടും, 17 കൊല്ലം 18 കൊല്ലമൊക്കെ കഴിഞ്ഞ് കിട്ടുന്നില്ലേ. അത് പിന്നെ രാഹുവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സർപ്പദോഷം കൂടെ ചേർന്ന് വരും. 8ൽ സൂര്യൻ ശനി രാഹുവും കൂടെ ചേർന്ന് കിട്ടൂല. സർപ്പത്തിൻ്റെ ഇതില്ലേ, അത് കടുത്ത ദോഷം പറയും. അത് ആണിന് 8, പെണ്ണിന് 9. പെണ്ണിന് 2ാം ഭാവം പറയണം, ആണിന് 8ഉം പറയാം 5ഉം പറയാം. 5 പറയുന്നത് ജനിച്ചതിന് ശേഷം ആ കൊച്ചിനെ കൊണ്ടുള്ള ദുരിതം, അങ്ങനെ പറയണം. രാഹു ശനി സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ 5ൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് അതിനൊരു 15-20 വയസ്സ് വരെ ചില കുട്ടികളൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതെങ്ങനെ പറയാം, ബുദ്ധി വളർച്ചയില്ലാതെയൊക്കെ. അത് ഈ കോമ്പിനേഷനാണ് കുട്ടികളുടെ. അത് പൂർവ്വപുണ്യത്തിലുള്ള എല്ലാം ഇതാണ്, ഇതിൽ ഉൾപ്പെട്ട് വരും. പിന്നെ പരിഹാരം എന്ന് പറയുന്നത്, നമുക്ക് ശനിക്ക് ഒരു ദേവതയെ പിടിക്കണം, സൂര്യന് ഒരു ദേവതയെ പിടിക്കണം, രാഹുവിന് വേറൊരു ദേവത, ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ തന്നെ അതൊരു ടൈമിംഗ് എടുക്കും. പരിഹാരം വളരെ കുറവാണ്. അപ്പം നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ലയോ? ഇല്ല, അത് ജന്മനാലുള്ളതല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. മാറ്റി നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചത്, അപ്പം അച്ഛന് ദോഷമാണ്, അച്ഛനും മകനും ദോഷമാണെങ്കിൽ അച്ഛനെ ഒരു സ്ഥലത്ത് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ മകനെ ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തുമ്പോൾ ഇല്ല, കുഞ്ഞൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞാണെങ്കിലാ ഒരു 7 വയസ്സ് കുഞ്ഞിനടുത്ത് വീട്ടിൽ നിന്ന് മാറ്റാൻ പറ്റുമോ? അല്ല, അച്ഛനെ മാറ്റി നിർത്താലോ? ഇല്ല, എല്ലാ അച്ഛന്മാർക്കും പറ്റൂലല്ലോ. ഒരു ഷോപ്പിട്ട് വീടിനോട് ചേർന്ന് ഷോപ്പിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എവിടെയെങ്കിലും പോകാൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് വെച്ച് ചെയ്യുന്നു വീടോട് ചേർന്ന്, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ സ്റ്റോർ നടത്തുന്നു, എല്ലാം മതിയേറ്റ് അച്ഛനെ പോകാൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കത്തില്ലേ? ചിലത് ഗൾഫിലൊക്കെ പോക്കളയും, ചിലവർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യും, ഗൾഫിലൊക്കെ പോയിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് വരും. താങ്ക് യു. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.